പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മികച്ച അംഗൻവാടി ഹെൽപ്പർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഗീത പീഡിയാണ്. നമസ്കാരം മാം. നമസ്കാരം. ഒരു അംഗൻവാടിയിലെ ഒരു ഹെൽപ്പറുടെ ജോലി എങ്ങനെയാണ്, അതൊന്ന് പറയാമോ? പറയാം. രാവിലെ തന്നെ 9:30 അംഗൻവാടിയിലെത്തണം. അത് കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് അകവും പുറവും ക്ലീൻ ആക്കിയിട്ട് പിന്നെ കുട്ടികൾ അപ്പോഴത്തേക്ക് 9:10 ആകുമ്പോഴത്തേക്ക് വരും. അവരെ എല്ലാ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി, കരയുന്നവരുണ്ടെങ്കിൽ അവരെ ലാളിച്ച് സ്നേഹിച്ച് എടുത്ത് കയ്യിലെടുത്ത് സമാധാനപ്പെടുത്തി ഇരുത്തണം. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തിക്കഴിയും. അപ്പോഴേക്കും അതിനിടയ്ക്ക് ടീച്ചറും വരും. ഒന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ കൂടി അവരെല്ലാം ഇരുത്തിയതിന് ശേഷം, നന്നായിട്ട് ഇരുത്തിയതിന് ശേഷം പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പോകും. പിന്നെ ബാക്കി കാര്യങ്ങൾ ടീച്ചർ ചെയ്യും, പഠിപ്പിക്കലും. അപ്പം അതിനിടയ്ക്ക് എൻ്റെ ജോലിയുടെ ഇടയ്ക്ക് ഞാനും ചെല്ലും. അവരെ പഠിപ്പിക്കാനും കളിപ്പിക്കാനും പാട്ടുപാടാനും കഥ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഞാനും ചെല്ലും. ശരി. അപ്പോൾ നമ്മളെ കുട്ടികൾ വന്നതിന് ശേഷം അവരെ ഈ കരയുന്നവരെ സമാധാനിപ്പിക്കുക അല്ലേ? ഇതെല്ലാം ഇപ്പോൾ ഒരു അമ്മ ചെയ്യുന്ന പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെ അതെ, അമ്മ ചെയ്യും പോലെ തന്നെ ചെയ്യണം. അവരിപ്പോൾ കരഞ്ഞാൽ അതേപോലെ അമ്മ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ അവരെ സ്നേഹിച്ച് സമാധാനപ്പെടുത്തി ഇരുത്തണം. വയ്യുന്നവരെ അവരെ അമ്മയെപ്പോലെ തന്നെ കരുതി അവരെ നമ്മൾ വയ്യുന്നവരെ രാവിലെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന പോലെ വൈകുന്നേരം തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ അവരെ നോക്കി പഠിപ്പിച്ച് ആഹാരം കൊടുത്ത് ഉറക്കി ചെയ്യണം. ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യുന്നത് ഞാനിപ്പോൾ പള്ളിപ്പുറം പഞ്ചായത്തിലെ 10ാം വാർഡിലെ 3ാം നമ്പർ അംഗൻവാടിയിലാണ്. ശരി. അവിടെ എത്ര കുട്ടികളുണ്ട്? ഞങ്ങൾക്കിപ്പോൾ 20 കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും വരും? എല്ലാം അതിൽ 16, 17, 18 വരെയൊക്കെ വരും. ചിലപ്പോൾ മുഴുവൻ വന്നിരിക്കും. അടുത്തുള്ള കുഞ്ഞുങ്ങളാണോ വരുന്നത്? അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോൾ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരു 1000 പോപ്പുലേഷനുള്ള ഒരു അംഗൻവാടിയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ, ഞങ്ങളുടെ ഏരിയയിൽ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ നോക്കി സന്തോഷിപ്പിച്ച് അല്ലേ, അവരെ ഒന്ന് കെയർ ചെയ്ത് അവരെ അവിടെ ഇരുത്തണം അല്ലേ? ബാക്കിയുള്ളത് ടീച്ചർ നോക്കും അല്ലേ? അപ്പം പിന്നെ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പോകും. അതെങ്ങനെയാണ്? എല്ലാ ദിവസവും എല്ലാ ദിവസവും പലതരമാണ്. അതായത് ഇപ്പൊ തിങ്കളാഴ്ച പാലുണ്ട്, രാവിലെ പാല് കാച്ചി കൊടുക്കണം. പിന്നെ ആവിയിൽ വെച്ച പലഹാരം അതും ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഉച്ചയ്ക്ക് സാമ്പാറാണ് ചോറിന്. വൈകുന്നേരം ഇലയിലുണ്ടാക്കിയ എന്തെങ്കിലും അടയോ അങ്ങനെയുള്ളത് വൈകുന്നേരവും കൊടുക്കണം. അത് ശരി. അപ്പം ഇത്രയും ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഒരാൾക്ക് തന്നെ എങ്ങനെയാണ് ഇതെല്ലാം മാം തന്നെയാണോ ചെയ്യുന്നത്? അത് പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും. ഇടയ്ക്ക് ടീച്ചറും സഹായിക്കാൻ വരും. അതിനിടയ്ക്ക് ഈ മക്കളല്ലേ, 2.5-3 വയസ്സുള്ള മക്കളാണേ. അവരുടെ കളിയും ചിരിയും. അതിനിടയ്ക്ക് അവർ വഴക്കുണ്ടാക്കും, അത് തീർക്കാൻ പോകണം. കളിപ്പാട്ടം അങ്ങോട്ട് എടുത്തൊരു ഇങ്ങോട്ട് എടുത്തൊരു, ഒരാൾ എടുക്കണത് തന്നെ മറ്റൊരാൾക്കും വേണം. അതുമൊക്കെ ചെന്ന് സമാധാനപ്പെടുത്തി അവരെ ഇരുത്തിയിട്ട് പിന്നെ വീണ്ടും വരും. അപ്പോഴേക്കും ടീച്ചറും അത് മാനേജ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഒരു ദിവസം പോകുന്നത്. ഇതുപോലെ തന്നെയായിരിക്കും എല്ലാ ദിവസവും. അപ്പൊ മെനുവിന് വ്യത്യാസമുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുട്ട പുഴുങ്ങി കൊടുക്കണം. രാവിലെ മുട്ട പുഴുങ്ങി കൊടുക്കണം, രാവിലത്തെ ഭക്ഷണം. അത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും തോരനും കഞ്ഞിയും. ശരി. അപ്പൊ എല്ലാ ദിവസവും ചോറല്ല? അല്ല. പിന്നെ ബുധനാഴ്ചയും കഞ്ഞിയാണ്. അതെന്തെങ്കിലുമൊക്കെ ഈ സോയാബീനുണ്ട്, കടലയുണ്ട്. അത് ഏതെങ്കിലും ആയിട്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കണം. അപ്പൊ കൂട്ടാനും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ ദിവസം ശനിയാഴ്ച ഉണ്ട്. ഇല്ല, 2ാം ശനിയാഴ്ച മാത്രമേ ഇല്ല. അല്ലാത്തുള്ള ശനിയാഴ്ച ഉണ്ട്. ശരി. അപ്പം ഈ കുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കും. ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് കിട്ടിയതാണ്. ശരി. അപ്പം അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കും, പറഞ്ഞു കൊടുക്കും അല്ലേ? എഴുതാനും അക്ഷരങ്ങൾ എഴുതിപ്പിക്കും. പിന്നെ ഞങ്ങളുടെ തീം അനുസരിച്ച് പഠിപ്പിക്കണം. കഥ, പാട്ട്, അങ്ങനെയെല്ലാം പഠിപ്പിക്കണം. ഓരോ മാസം ഓരോ തീമാണ്. ഇപ്പം ഈ മാസം ഉള്ളത് പിന്നെ വാർത്താവിനിമയ മാർഗങ്ങളാണ്. അപ്പോൾ വാർത്താവിനിമയ മാർഗങ്ങളെ അറിയാമോ മക്കളെ എന്ന് ചോദിക്കും. ടീച്ചറെ ഇല്ല, ആദ്യം ഇതാണ്. ഒന്ന് നമുക്ക് രാവിലെ ഒരു ചേട്ടൻ സൈക്കിളിൽ ഒരു സാധനമായിട്ട് കൊണ്ടുവരുമല്ലോ. ഒരു സൈക്കിളിൽ ഒരു ചേട്ടൻ കിണി വെച്ച ഒരു സാധനം നമ്മുടെ മുറ്റത്തേക്ക് കൊണ്ടിടും. അതെന്തുവാ മക്കളെ? അറിയാവുന്നവരാണെങ്കിൽ അവർ പത്രം എന്ന് പറയും, പേപ്പർ എന്ന് പറയും. പിന്നെ നമുക്ക് വേറെ ഇത് പേപ്പറിൽ വായിച്ച് നമുക്കറിയാം, വാർത്താവിനിമയ മാർഗങ്ങൾ. അതൊന്ന്. പിന്നെ ഒരെണ്ണം
നമ്മൾ രാവിലെ ഒരു ചെറിയൊരു പെട്ടിയുണ്ടല്ലോ, ചെറിയ പെട്ടി, അത് ഇത്രയുള്ള പെട്ടിയാണ്. അത് നമുക്കിങ്ങനെ ഓൺ ചെയ്യുമ്പോൾ പിന്നെ ഒച്ച കേൾക്കും, കാണാൻ പാടില്ല. അതെന്തുവാ മക്കളെ ചെറിയ പെട്ടി? അത് റേഡിയോ അല്ലേ ടീച്ചറെ? അപ്പോൾ അവരുടെ രീതി ഞാൻ പറയുകയാണ്. റേഡിയോ, അതെ റേഡിയോ. അതിൽ നമുക്ക് കേൾക്കാനേ പറ്റുള്ളൂ, കേൾക്കാം. പിന്നെ നമുക്ക് വലിയൊരു പെട്ടിയുണ്ടല്ലോ മക്കളെ, ഇത്രയും വലിയൊരു പെട്ടിയുണ്ടല്ലോ, അതെന്തുവാ? അതിൽ കൂടെ നമുക്ക് കാണുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം. അതെന്തുവാ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും എല്ലാം അറിയാവുന്നവരാണ്, അവരിങ്ങോട്ട് തന്നെ പറയും ടി വി. അതിലൂടെ നമുക്ക് കാണുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഒത്തിരി ദൂരദേശത്ത് നിന്ന് നമുക്കിപ്പോൾ മോൻ്റെ അച്ഛനോ അമ്മയോ വീട്ടിലില്ല, അച്ഛൻ വീട്ടിലെങ്കിൽ അമ്മ എങ്ങനെയാണ് അച്ഛനെ ഒന്ന് അറിയിക്കുന്നത്? അത് ഫോൺ വിളിക്കും ടീച്ചറെ, ഫോൺ. അതുമൊക്കെ ഒരു വാർത്താവിനിമയ മാർഗങ്ങളാണ്. ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എന്താ പറയാ, അങ്ങോട്ട് ചോദിച്ച കുഞ്ഞുങ്ങളുടെ ഉത്തരം കേട്ട് അവര് പറയും. നമ്മളിങ്ങനെ ആ ഭാഷ കൊണ്ടുവരുമ്പം ആ രീതി, ഇപ്പൊ റേഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു പെട്ടി എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകും. അതിനകത്ത് കേൾക്കാനേ പറ്റുള്ളൂ, കാണാൻ പറ്റത്തില്ല. ഇപ്പൊ വലിയ പെട്ടിയാകുമ്പോൾ കാണുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മൾ അവരുമായിട്ട് ഇണങ്ങിപ്പോണം. അവരെ എപ്പോഴും സ്നേഹിക്കണം, അവരെ വഴക്കിടാൻ പാടില്ല. നമ്മൾ ഇത്രയും സ്നേഹിക്കും, അത്രയും നമ്മളെയും സ്നേഹിക്കും. അപ്പൊ ഒരു കൊടുക്കൽ വാങ്ങൽ പോലെയാണ്. ഞായറാഴ്ച പോലും വരണമെന്നാണ് മക്കൾ പറയുന്നത്. അത് ശരി. അപ്പൊ അവരെ അമ്മയെ പോലെയാണല്ലോ നമ്മൾ കരുതണേ. അതെ, അതാണ് അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ. കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് അമ്മയുടെ ഒരു പ്രസൻസ്, അമ്മയെ പോലെ നോക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അവരവിടെ അവരിപ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് പറയാലും നമ്മൾ പറയും, കൊണ്ടുപോകും. അതുമെല്ലാം നമ്മൾ ചെയ്ത് അവരെ വൃത്തിയാക്കിയിരുത്തും. പിന്നെ ഉച്ച കഴിഞ്ഞ് 1:30 ആകുമ്പോൾ ഉറക്കാൻ കിടത്തും. അത് 2:30 വരെ. 2:30 ആകുമ്പോൾ വിളിച്ചെഴുന്നേപ്പിച്ച് വീണ്ടും അവരെ മുഖം കഴിയിച്ച് വൃത്തിയാക്കി തലമുടിയൊക്കെ രാവിലെ വിടുന്ന പോലെ തന്നെ ഒരുക്കി നിർത്തിയിട്ട് അടുത്ത ഭക്ഷണം കൊടുക്കും. 3:30ക്കാണ് വിടുന്നത്. അതിനിടയ്ക്ക് ഇത് ശരിയാക്കി വെക്കണം. അപ്പൊ ഇവര് ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇത് ചെയ്യണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ പോകും. പിന്നെ ടീച്ചറെ എഴുതി വെക്കാനുള്ളതൊക്കെ എഴുതി വെക്കും. ഒത്തിരി ഒരുപാട് എഴുതാനുണ്ട്. ഫോണിൽ ചെയ്യാം. പിന്നെ ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വരും. അവരൊക്കെ മക്കൾ ഒച്ചയെടുക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അന്നേരമാണ് ടീച്ചർ ചെയ്യുന്നത്. പിന്നെ തന്നെയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യണം. ടീച്ചർമാർക്ക് ഒന്നിരാടം എന്ന് പറയും പോലെ അവർക്ക് പല പല മീറ്റിങ്ങുകൾ ഉണ്ടാവും, അതിന് പോകണം. അപ്പൊ അവര് പോയാല് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യണം. ഒരു ഹെൽപ്പറാണ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു അംഗൻവാടിയില് ഇപ്പം ഇത്ര കുട്ടികൾ വേണമെന്ന് അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? നമ്മുടെ ഏരിയയിലുള്ള പിള്ളേർ അംഗനവാടി വന്നിരിക്കണമെന്നാണ്. പിന്നെ മാതാപിതാക്കളുടെ ഇഷ്ടം അനുസരിച്ച് ചിലപ്പോൾ അവർ കളരി കൊണ്ടുപോകും, അല്ലെങ്കിൽ അടുത്ത നേഴ്സറി കൊണ്ടുപോകും. പിന്നെ അതിനൊരു കാര്യമുണ്ട്, നമ്മളുടെ പെരുമാറ്റം പോലെ ഇരിക്കും നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. നമ്മളെങ്ങനെയോ അവരെ നോക്കുന്നു, സന്തോഷിക്കുന്നു. അവർക്ക് മനസ്സിലായ ഞങ്ങളുടെ അടുത്ത ഏരിയയിലെ പിള്ളേരെ വരെ ഞങ്ങളുടെ അംഗൻവാടി വരുന്നുണ്ട്. അതായത് അവർ സൗകര്യാർത്ഥമാണ്. പിന്നെ ഞങ്ങളുടെ രീതികൾ കണ്ടു മനസ്സിലാക്കി അങ്ങനെ അംഗൻവാടി കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ഒരു അവാർഡിനെ തിരഞ്ഞെടുക്കാൻ ഉണ്ടായ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു എന്നറിയോ? അതെ. അപ്പം ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം, ഞാനും ടീച്ചറും നല്ല സ്വരുമയിലായിരിക്കണം. ഞങ്ങളുടെ മാതൃക കണ്ടാണ് കുഞ്ഞുങ്ങളും വളരേണ്ടത്. അതൊന്ന്. പിന്നെ നല്ല കെട്ടിടമായിരിക്കണം, നല്ല സൗകര്യം ഉണ്ടായിരിക്കണം, എല്ലാ സൗകര്യവും ഉണ്ടായിരിക്കണം. കറണ്ട്, ഗ്യാസ്, അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കണം. ഞങ്ങൾ തമ്മിൽ നല്ല സ്വരുമയായിരിക്കണം. അതായത് നമ്മുടെ വരുന്ന മാതാപിതാക്കളോട് എല്ലാവരും നല്ല സൗഹൃദമായിട്ട് പെരുമാറണം. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ജോലി അത് ഞങ്ങളുടെ അധികാരികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് അങ്ങനെ. ശരി. അപ്പം ഈ ഒരു അവാർഡിന് വേണ്ടി ഒരുപാട് അപേക്ഷകളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ വച്ചിട്ടാണ് അവര് തെരഞ്ഞെടുക്കുന്നത് അല്ലേ? ചെയ്യുന്നതിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? കുട്ടികളെ നോക്കുക എന്നല്ലാതെ? കുട്ടികളെ നോക്കുന്നല്ലാതെ വേറെ അതിനകത്ത് വേറെ ജോലിയൊന്നും ഇല്ല. മാത്രമേ ഉള്ളൂ അല്ലേ? ഈ ഭക്ഷണം ആദ്യം അവര് വരുമ്പം നമ്മള് സ്നേഹിച്ച് സ്വീകരിച്ചിരുത്തണം, കംഫർട്ടബിൾ ആക്കുക അല്ലേ? അതെ. അവർക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നരുത്. സന്തോഷം. അമ്മയെന്ന് പിരിയുന്ന ഒരു അത് സങ്കടം നമുക്ക് ഉണ്ടാകരുത്. ചില കുഞ്ഞുങ്ങൾ പതിവായ കുഞ്ഞുങ്ങളാണെങ്കിൽ പഴക്കം അവർ വേഗം കയറിപ്പോരും. ആദ്യം കൊണ്ടുവരുന്ന ഇച്ചിരി പാടാണ്. അവരെ നമ്മൾ സ്നേഹം കൊടുത്ത് തന്നെ. ഞാൻ ചില 2-3 പേരൊക്കെ ഉണ്ട്. ഒരാളെ ഞാൻ കൊണ്ടുപോയി പിന്നെ കിച്ചണിൽ കൊണ്ടുപോയി അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ സമാധാനിച്ച് അങ്ങനെ ഓരോ ദിവസം വരുമ്പോൾ സമാധാനിച്ച് വരും. ശരി. അപ്പം അവര് അടുത്തിരിക്കുമ്പോൾ അവര് കുറച്ചും കൂടി ഇതാവും സുരക്ഷിതരാണെന്ന് അവർക്ക് തന്നെ ഒരു ബോധം. ബാക്കി കുട്ടികൾ അപ്പുറത്ത് നല്ല പരിചയപ്പെട്ടവരാണല്ലോ, വന്ന് പഴകിയവരാണ്. അവരുടെ രീതിയെ ഓടുകയും ചാടുകയും ചെയ്യും, കളിപ്പാട്ടും എടുക്കും. അപ്പോൾ ഈ കൊച്ചു വന്നതല്ലേ ഉള്ളൂ, അതിൻ്റെ രീതിയിലല്ലേ അവർ പെരുമാറുള്ളൂ. അപ്പോൾ നമ്മൾ അവരെ സ്നേഹത്തോടു കൂടെ കണ്ട് ഇരുത്തണം. ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു കുട്ടി ഇരിക്കും നമ്മുടെ പെരുമാറ്റത്തിൽ.
ഇപ്പൊ ഈ ജോലിയിലായിട്ട് എത്ര കൊല്ലായി? ഇപ്പം ഞാൻ 1980 തൈക്കാട് പ്രൊജക്ട് തുടങ്ങുന്നത്. അന്ന് തന്നെ എനിക്ക് കിട്ടിയതാണ്. ശരി, ഇത്രയും വർഷമായി. 79 ഞാൻ ഈ നാട്ടിൽ വന്ന. എൻ്റെ വീട് പാലക്കാടാണ്. കല്യാണം കഴിച്ചു വന്നതാണ് അല്ലേ? ശരി. കുടുംബത്തിൽ ആരൊക്കെ? കുടുംബത്തിൽ എനിക്ക് എൻ്റെ മോളാണ് ഇപ്പോൾ ഒരു മോളും, മോൾക്ക് 3 പിള്ളേരുണ്ട്. പിന്നെ ഭർത്താവ് മരിച്ചുപോയി 1 വർഷം കഴിഞ്ഞു. ശരി. അപ്പൊ ഇപ്പൊ ഈ അംഗൻവാടിയിൽ ഒരു ടീച്ചർ, ഒരു ഹെൽപ്പർ അല്ലേ? അതെ, അങ്ങനെയല്ലേ ഉള്ളത്? അപ്പം നിങ്ങളുടെ ആ പ്രദേശത്ത് വേറെ അംഗൻവാടികളുണ്ടോ? ഞങ്ങളുടെ 10ാം വാർഡിൽ 2 ഉണ്ട്. 3 നമ്പറാണ് ഞങ്ങളുടേത്. മറ്റേതൊന്ന് 6 നമ്പർ അംഗൻവാടി. അങ്ങനെ ഒരു വാർഡിൽ 2 ഉണ്ട്. അപ്പോൾ 10ഉം 11ഉം അടുത്തടുത്താണ്. അപ്പോൾ 11ലെ കുട്ടികളും അംഗൻവാടി ഞങ്ങളുടെ വരും. ആ ഏരിയയും കൂടി ഞങ്ങൾക്കുണ്ട്. 11ഉം 10ഉം ഉണ്ട്. അപ്പോൾ അവരെ കൂടി നോക്കണം. ആ 2 ഏരിയയും ഞങ്ങളുടെ അംഗൻവാടിയിൽ ഉൾപ്പെട്ടതാണ്. ശരി. അവരുടെ കാര്യങ്ങളും കൂടി നോക്കണം അല്ലേ? അപ്പോൾ ഈ അവാർഡിന് പരിഗണിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നു പറഞ്ഞു അല്ലേ? കെട്ടിടം, അവിടുത്തെ സൗകര്യങ്ങൾ, കുട്ടികളേറെ ഉള്ളത്, ഒരുപാട് കുട്ടികളുള്ളത്. പിന്നെ ഞങ്ങൾ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ തന്നെ തമ്മിൽ ടീച്ചറും ഹെൽപ്പറും നല്ല സ്വരുമ. അല്ല ഒരാൾ വേറെ ഇതാക്കിയാൽ ശരിയാവില്ല. അവിടെ അംഗൻവാടി പോകൂലല്ലോ. രണ്ടുപേരും ഒത്തു നിന്നാലല്ലേ പോകുള്ളൂ. അതെ അതെ. പിന്നെ നമ്മുടെ വൃത്തി, അടുക്കും ചിട്ട അല്ല, അതൊക്കെ ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടാവില്ല? വരും. അപ്പം അവിടുത്തെ ഈ ഭക്ഷണ കാര്യങ്ങള് അങ്ങനത്തെ അതെല്ലാം ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുമോ? അല്ല, പഞ്ചായത്താണ് ഇപ്പൊ ചെയ്യുന്നത്. ഞങ്ങൾ നേരത്തെ അപ്പോൾ നേരിട്ട് വരുമായിരുന്നു. പിന്നെ ഗവൺമെന്റ് നേരിട്ട് വരുമായിരുന്നു. കുറെ പഞ്ചായത്ത് രാജ് വന്നതിന് ശേഷം ഇപ്പൊ പഞ്ചായത്തുകാർ എല്ലാം അതിനുള്ള പണം തരും, ഫുഡ് കൊണ്ടുവരണം. അവരിറക്കി തരും. ഓരോരോ സാധനങ്ങൾ കൊണ്ടുതരും, അവരിറക്കി തരും. അപ്പൊ ഇത്ര വേണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് കുട്ടികളുള്ള അനുസരിച്ച് ആ പോപ്പുലേഷനിൽ എത്ര പിള്ളേരുണ്ട്, എത്ര ഗർഭിണികളുണ്ട്, എത്ര പാലൂട്ടുന്ന അമ്മയുണ്ട്, എത്ര കൗമാരക്കാരുണ്ട്, എത്ര പ്രീ സ്കൂളുണ്ട്, അത്രയും പേർക്കുള്ള കണക്ക് കൊടുക്കും ടീച്ചർ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണം കൊണ്ടുവരും അവിടെ അല്ലേ? ഇപ്പൊ ഈ ഗർഭിണികള്, കൗമാരക്കാര്, അവരെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അവർക്ക് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കൗമാരക്കാർ ക്ലാസ് ഉണ്ടാവും. അതെന്തൊക്കെയാണ്? അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ. അതായത് ഇപ്പൊ പഠിക്കാൻ പോണ സമയത്ത് അവരിൽ വരുന്ന ഓരോരോ രീതികൾ. ഇപ്പൊ ആൺപിള്ളേരും ഒന്നിച്ചാണല്ലോ പഠിത്തോ കാര്യങ്ങളൊക്കെ. അവരിലെ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള വഴികളും പറഞ്ഞു കൊടുക്കും. ഭക്ഷണത്തിന്റെ കാര്യവും, ഭക്ഷണം രാവിലെ കഴിക്കണം, രാവിലെ കഴിച്ചിട്ടേ സ്കൂളിൽ പോകാവുള്ളൂ, രാവിലത്തെ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. പിന്നെ അവരുടെ പീരീഡ്സുകളൊക്കെ അതൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കും. നേഴ്സുമാരാ വന്ന് ക്ലാസ് എടുക്കുന്നത്. ശുചിത്വം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും? അത് വല്ല ഡോക്ടേഴ്സ്? നേഴ്സ് വരും. ഈ ക്ലാസ്സുകൾ എന്നാ ഉണ്ടാവുക? അത് മാസത്തിലൊരു പ്രാവശ്യം. മാസത്തിലൊരു ക്ലാസ്. ചിലപ്പോൾ ഞങ്ങളുടെ അംഗൻവാടി നടത്തും, അല്ലെങ്കിൽ 2-3 അംഗൻവാടി ഒന്നിച്ച് നടത്തും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഗർഭിണികൾക്കുള്ള പോഷകാഹാരങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുമല്ലേ ചെയ്യുന്നത്? ഞങ്ങളിപ്പോൾ നേരത്തെ വേവിച്ച് കൊടുക്കുമായിരുന്നു കൗമാരക്കാർക്കും ഗർഭിണികൾക്കും. ഇപ്പൊ പച്ചയ്ക്കാ കൊടുക്കുന്നത്. മെറ്റീരിയൽ കൊടുക്കും അല്ലേ? അത് അവര് വന്ന് വാങ്ങിക്കൊണ്ട് പോയി പാകം ചെയ്ത് കഴിച്ചോളും. അത് ശരി. അപ്പൊ അതിന് പ്രത്യേകം ദിവസമൊക്കെ ഉണ്ടോ? ഇപ്പോൾ സ്റ്റോക്ക് വന്നാൽ ഇന്നിപ്പോൾ സ്റ്റോക്ക് വന്നിട്ട് 2-3 ദിവസം 4 ദിവസത്തിനുള്ളത് കൊടുത്ത് തീർത്തിരിക്കണം അവരെ വിളിച്ച്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഓഫീസർ വരും, സൂപ്പർവൈസർ വരും. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നേഴ്സുമാർ വരും. എന്തെങ്കിലുമൊക്കെ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ അവിടെ വെച്ച് ചിലപ്പോൾ കുട്ടികൾക്ക് വിരമരുന്നൊക്കെ കൊടുക്കും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാനൊക്കെ വരും. അത് ടീച്ചറിൻ്റെ ക്ലാസ് ഉണ്ട്. വിരമരുന്ന് കൊടുക്കുന്നതിന് ഒരു ദിവസത്തെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കേട്ട് വേണം പിറ്റേ ദിവസം കൊടുക്കാനായിട്ട്. അത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. അവിടെ വെച്ച് തന്നെ കൊടുക്കും. അത് ചവച്ച് തിന്നാന്ന ഗുളിക, ഈ ഒരു മധുരമൊക്കെ ഇളപ്പം. അത് കാരണം ഉച്ചയ്ക്ക് ഊണ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ കൊടുത്ത് കിടത്തും. പിന്നെ പതിവായിട്ട് അവിടെ ഉറങ്ങുമല്ലോ, അത് കഴിഞ്ഞ് ഉറങ്ങിക്കോളും. ശരി. അപ്പോൾ അത് ഓരോരുത്തരും കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അതിന് പിന്നെ അത് കൊടുക്കുന്ന ദിവസം നേരത്തെ തന്നെ ഭക്ഷണം കൊടുത്തിട്ട് എല്ലാവരെയും മാറ്റി ഇരുത്തിയിട്ട് ഓരോരുത്തരെ വിളിച്ച് വെള്ളമായിട്ട് നിർത്തിയിട്ട് ഓരോരുത്തരെ മാറ്റി കിടത്തും. ഒത്തിരി ജോലിയുണ്ട് മേഡം, ഒരുപാട് ജോലിയുണ്ട്. പക്ഷെ ഈ ഒരു അവാർഡ് കിട്ടിയപ്പം നമ്മൾ ആ കഷ്ടപ്പെടുന്നതിനും ജോലി സന്തോഷമുണ്ട് അല്ലേ? നല്ല സന്തോഷമുണ്ട്. അതായത് 46ാമത്തെ വർഷമായി ഇപ്പം അതിൽ എനിക്കൊരു അംഗീകാരം കിട്ടി. എനിക്ക് വളരെ ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു. സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത് അല്ലേ? അതെ. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് ഈ മാതാപിതാക്കള് വന്ന ചേച്ചിയോട് പറയുമല്ലോ, ഇപ്പൊ കുഞ്ഞിനെ നന്നായി നോക്കി, അല്ലെങ്കിൽ ഫുഡ് കൊടുത്തത് അവർക്ക് ഇഷ്ടമായി, അപ്പൊ അങ്ങനെ അത്തരം അഭിനന്ദനങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ട്, ഇപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും ഉച്ചയ്ക്ക് ഇവിടെ നന്നായിട്ട് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർക്ക് സന്തോഷമാകുന്നു. വീട്ടിൽ വെച്ച് കഴിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മെനു കൂടെ മാറിയുകൊണ്ട് അവർക്ക് വരുമ്പോഴേ അടുക്കളയിലേക്ക് പോകുന്നു, ടീച്ചറെ ഇന്നെന്താ കറി? അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കും.
കുഞ്ഞുങ്ങൾക്ക് ഇവിടേക്ക് വരുന്നത് വളരെ ഇഷ്ടമാണ്. പിന്നെ മാത്രമല്ല സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു ഘട്ടമാണല്ലോ അല്ലേ? അപ്പൊ അവര് ആ സ്കൂളിലിരിക്കാൻ പ്രാപ്തരാവും. അവരെ ഇവിടെ തയ്യാറെടുപ്പ്, സ്കൂളിലേക്ക് പോലുള്ള തയ്യാറെടുപ്പാണ് അംഗൻവാടി ഉദ്ദേശിക്കുന്നത്. ഞങ്ങളോട് പിന്നെ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരുവിധം 4-4.5 വയസ്സാണ് അവരൊക്കെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങും. അക്ഷരം പഠിപ്പിച്ച് എല്ലാ അക്ഷരം പഠിച്ചാണ് ഇവിടുന്ന് പോകുന്നത്. കായ്ക്കാതെല്ലാം. പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ അതെല്ലാം പഠിച്ചാണ് പിള്ളേർ പോകുന്നത്. നല്ല മിടുക്കരായിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഈ പഠിച്ചു പോയ കുട്ടികളെ കാണാനൊക്കെ വരാറുണ്ട്. വഴിയിൽ വെച്ച് കാണുമ്പോൾ തന്നെ ടീച്ചറേന്ന് വിളിക്കും. നല്ല സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അല്ലേ? നമ്മളെ ഓർക്കുന്ന കുഞ്ഞുങ്ങള് അല്ലേ? അതെ, സ്നേഹിക്കുന്നത്. അതായത് 80 വന്ന മക്കളുടെ മക്കളാണ് ഇപ്പൊ വരുന്നത്. 1980 വന്ന് പഠിച്ചു പോയ മക്കളുടെ മക്കളാണ് ഇപ്പൊ എൻ്റെ പേരക്കിടാങ്ങളാണ് അവിടെ വരുന്നത്. അതിലിപ്പോൾ പിന്നെ രാജ്യം സംരക്ഷിക്കുന്ന പട്ടാളക്കാർ മുതൽ വേറെ ഉദ്യോഗസ്ഥരായിട്ടുള്ള മക്കളെല്ലാവരും ഉണ്ട്. പിന്നെ അല്ലാത്തവർ പിന്നെ ഈ കൂലിപ്പണിക്ക് പോണവർ അങ്ങനെയല്ല, ഒരുവിധം മെച്ചപ്പെട്ട രീതിയിൽ താമസിക്കുന്നവരാണ് എല്ലാവരും, കഴിയുന്നവരാ. എല്ലാവരും കാണുകയും ഓർക്കുകയും അല്ലേ? കേട്ടപ്പോൾ തന്നെ സന്തോഷം ടീച്ചറെ, സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളെയൊക്കെ നോക്കിയതിന്, ഞങ്ങളുടെ മക്കളെ നോക്കിയതിനൊക്കെ നല്ല സന്തോഷം കിട്ടിയില്ലേ? അതെ, നിങ്ങളെയൊക്കെ നോക്കി വിട്ടേണ്ട ഒരു അംഗീകാരമാണ് എനിക്ക് കിട്ടിയത്. വളരെ സന്തോഷം. എല്ലാവരും ഭയങ്കര അഭിനന്ദനങ്ങളുടെ പെരുമഴയാ. അപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുണ്ടല്ലേ ഈ ഒരു അവാർഡ് കിട്ടിയതിൽ. അപ്പൊ അവര് നോക്കുമ്പോ ഇത്രയും വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അതെ അല്ലേ? അതേപോലെ പഠിച്ച് ജോലിക്ക് പോകുമ്പോൾ വന്ന് പറഞ്ഞേച്ചും പോണവരും ഉണ്ട്. എനിക്ക് ജോലി കിട്ടി, ഇവിടെ വന്ന് പഠിച്ചു പോയതാണ് ടീച്ചറെ എന്ന് പറഞ്ഞ് ദക്ഷിണയും തന്ന് കാലും തൊട്ട് തൊഴുതാണ് പോണത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇന്ന് വരെ ഉണ്ട്. അപ്പൊ അവരുടെ ഉള്ളിലുള്ള ആ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് അവര് കാണിക്കുന്നത് അല്ലേ? അവരെ നന്നായി നോക്കിയതിന്, അല്ലെങ്കിൽ അവരുടെ മക്കളെ നോക്കിയതിനല്ല. അപ്പൊ ഈ അവാർഡ് എന്തായിരുന്നു? ഫലകവും പ്രശസ്തി പത്രവും ആയിരുന്നു അല്ലേ? ഒരു അംഗൻവാടി നോക്കി നടത്തുന്നത് ഒരു വർക്കറും ഒരു ഹെൽപ്പറും കൂടിയാണ്. അവരൊന്നിച്ചു പോയാൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ അല്ലേ? ആ ഒരു സ്ഥാപനം മുന്നോട്ട് പോവുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു പ്രവർത്തനം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അല്ലേ? നമ്മുടെ മക്കളാണ്. നമ്മളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ അവരെ നോക്കുന്നത്. അവരിലെ ഭാവിയിലെ പൗരന്മാരാണ്, അവരെയാണ് നമ്മൾ വളർത്തിവിടുന്നത്. അതെ. അപ്പൊ ആ ഒരു കരുതല് അല്ലേ, ആ ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്ത് നിങ്ങൾ പൂർത്തിയാക്കുന്നത്. ഒരു വർക്കറും ഒരു ഹെൽപ്പറും കൂടി. അതുപോലെ ഒന്നുകൂടി പറഞ്ഞോട്ടെ മാം, വർക്കർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലിയുണ്ട്. ഇപ്പൊ അമൃതം പൊടി വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്, 2.5 വയസ്സ് തൊട്ട് 3 വയസ്സുള്ള അമൃതം പൊടി. ആ അമൃതം പൊടി കൊടുക്കണമെങ്കിൽ ഇപ്പൊ ഫോട്ടോ സഹിതം എടുക്കണം. പല പ്രാവശ്യം വിളിച്ച് വീട്ടിൽ വന്നിട്ട് അപ്പോൾ അംഗൻവാടി വന്ന് മേടിച്ചുകൊണ്ട് ഇപ്പോൾ ഫോട്ടോ സഹിതം വേണം. അത് ചിലപ്പോൾ ഇപ്പോൾ അംഗൻവാടി വന്ന് ചിലപ്പോൾ അവർക്കും പല കാര്യങ്ങളുണ്ടാവുമല്ലോ. അംഗൻവാടി വരാൻ സമയം കിട്ടിയില്ലെങ്കിൽ ടീച്ചർ അപ്പോൾ ജോലിക്ക് പോണവരാണെങ്കിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയേക്കുന്നവരാണെങ്കിലോ ആ വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടിൽ പോയേക്കണ സ്ഥലത്ത് ഇങ്ങേറ്റ ആലപ്പുഴ സ്റ്റാൻഡിൽ വരെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട് ടീച്ചർ. ആ ഫോട്ടോ കൊടുക്കണം, അവർക്ക് കിട്ടണ്ടേ. അവിടുന്ന് ഇത് ഫോട്ടോ സഹിതം ചെന്നില്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വിളി വരും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി അവർ ജോലിക്ക് പോയ സ്ഥലത്തുനിന്ന് 7 മണി രാത്രിക്ക് വരെ എൻ്റെ ടീച്ചർ ഭർത്താവിനെയും കൂട്ടി അവിടെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഈ ജോലിയിൽ. അതെ, അപ്പൊ അത് കഷ്ടപ്പാട്, ത്യാഗം എന്ന് പറയല്ലേ? ത്യാഗം. നിങ്ങൾ ചെയ്യുന്നുണ്ട്, ശ്രദ്ധയോടുകൂടി ചെയ്യുന്നുണ്ട്. അതെ, ആ ഒരു ഉത്തരവാദിത്വം. ഇപ്പൊ 16 കുട്ടികൾക്ക് അമൃതം കൊടുക്കുന്നുണ്ട്. 16 കുട്ടികളുടെയും മിക്കവാറും അംഗൻവാടി വന്ന് ഫോട്ടോ എടുക്കും. ചിലപ്പോൾ അവരുടെ ആവശ്യത്തിന് അവരുടെ വീടുകളിലൊക്കെ പോയേക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് വിളിക്കും, ഇന്നവരുടെ ഫോട്ടോ കിട്ടിയില്ല, ഇത്രയും കിട്ടിയില്ലോ എന്ന് അവിടുന്ന് വിളി വരുമ്പോൾ വേഗം തന്നെ ടീച്ചർ വീട്ടിൽ പോയിട്ട് ചെന്നിട്ട് അവർ വരുന്ന സമയം നോക്കി അവർ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ട് അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ജോലികൾ എല്ലാവർക്കും ഇത് എത്തിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അതെ. അപ്പം എന്തായാലും ഈ ഒരു ഉത്തരവാദിത്തം അത് എന്താ പറയുക, വളരെ നല്ല രീതിയിൽ നിർവഹിക്കുന്ന ഒരാളാണ് ഗീത അല്ലേ? അതെ. അപ്പം എന്തായാലും ഈ അവാർഡ് കിട്ടിയതിൽ അഭിനന്ദിക്കുന്നു. അപ്പം ഈ ഒരു അവാർഡ് ലഭിക്കാനുണ്ടായ സാഹചര്യങ്ങളും അവിടുത്തെ ജോലിയും എന്തൊക്കെയാണെന്ന് നമ്മളോട് പറഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു മാം. താങ്ക് യു.
പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മികച്ച അംഗൻവാടി ഹെൽപ്പർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഗീത PD ആണ്. ഇനിയൊരു ഗാനം ഷേർലി എബ്രഹാം പാടിയത്. ഗാനരചന PK ഗോപി, സംഗീതം രമേശ് നാരായണൻ. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.